ഹായ്, ഞാൻ ലിൻസൺ ചോയ്സിൽ നിന്നാണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ആൻലിഡിയയുടെ കൂടെയും ആൻലിഡിയയുടെ പാരൻസിൻ്റെ കൂടെയാണ്. ആൻലിഡിയയ്ക്ക് ന്യൂസിലൻഡിലേക്ക് 1 year മാസ്റ്റർ ഓഫ് ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വിസ അപ്രൂവ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആലിയോടും ആലിയുടെ പാരൻസിനോടും ഇതുവരെയുള്ള പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഹായ് ആൻലിയ. ഹായ് ഹായ് ചേട്ടാ. ഹായ്. ഏത് കോഴ്സാണ് ആൻലിയ എടുത്തേക്കുന്നത്? ഞാൻ മാസ്റ്റർ ഓഫ് ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ലീഡർഷിപ്പ് 1 year കോഴ്സാണ്. ലെവൽ 9. ലൊക്കേഷൻ എവിടെയാണ്? ഓക്ലൻഡ്. എന്താണ് ഇതുവരെയുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ? ഞാൻ BBA വരെയാണ് എൻ്റെ ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഞാൻ കാരുണ്യ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരിലാണ് ഗ്രാജുവേറ്റ് ആയത്. ന്യൂസിലൻഡ് വന്നൊരു മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി എന്താണ് ശരിക്കും മോട്ടിവേഷൻ ഉണ്ടായത്? ആക്ച്വലി ആഫ്റ്റർ ഗ്രാജുവേഷൻ എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു ന്യൂസിലാൻഡ്. അങ്ങനെ ആണ് നമ്മൾ വൈക്ലിഫിനെ കുറിച്ചും ചോയ്സ് ക്യാമ്പിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും റിസർച്ച് ചെയ്തപ്പോൾ അറിയുന്നത്. അതെ. ഇപ്പോൾ 1 year മാസ്റ്റേഴ്സിൻ്റെ ഫീസൊക്കെ എത്രയാണ് വരുന്നത് ശരിക്കും? 1 year മാസ്റ്റേഴ്സിന് 16 lakhs ആണ്. ആൻഡ് അത് ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. കാര്യം വേറെ എല്ലാം കോളേജിൽ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഹൈ ആണ്. പക്ഷേ നമ്മൾക്ക് വേണ്ടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ 1 year കോഴ്സ് കിട്ടി. ഓക്കെ. വേറെ ഏതെങ്കിലും ഏജൻസി ത്രൂ ന്യൂസിലേക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു? റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഹൈ ആണ് നമ്മൾ കണ്ടത്. പിന്നെ ഇപ്പം ചോയ്സ് ക്യാമ്പയിനിൽ വന്നപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എമൗണ്ട് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റും മനസ്സിലായി. ചേട്ടാ, ഒത്തിരി എക്സ്പ്ലോർ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? പല പല കൺട്രിയിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ന്യൂസിലേക്ക് മുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും മോള് വഴി ന്യൂസിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു അവസരം വന്നേക്കാണ്. ഓക്കെ. എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ചോയ്സ് ക്യാമ്പയിൻ സ്റ്റഡി അപ്പിനെ കുറിച്ച് അറിഞ്ഞത്? ആക്ച്വലി എൻ്റെ സിസ്റ്റർ നമ്മുടെ സ്ഥാപനവുമായിട്ട് സിസ്റ്ററിൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ന്യൂസിലൻഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പല സ്ഥലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞത് 100% നമുക്ക് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാണ് ലിസണിലേക്ക് എന്നെ അയച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പിന്നീട് എല്ലാ പ്രോസസ്സിങ്ങും സ്പീഡായിരുന്നു. ഇത്ര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വളരെ ഹാർഡാവെന്ന് വിചാരിച്ചു, പക്ഷേ ഈസി ആയിട്ടെല്ലാം പോകാനുള്ള ഡേറ്റും അടുത്തു. സോ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോസസ്സിങ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ചൂസ് ചെയ്ത പ്രോഗ്രാം, അതേപോലെ അങ്ങനെ എന്താണ് എക്സ്പീരിയൻസ് ആയത് നമ്മുടെ ചോയ്സ് ക്യാമ്പയിൻസ് ത്രൂ ഇതുവരെയുള്ള നോക്കുമ്പോൾ? എല്ലാത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എപ്പോൾ വിളിക്കുമ്പോഴാണെങ്കിലും അവൈലബിൾ ആയിരുന്നു എല്ലാവരും. ലിൻസൺ ന്യൂസിലാൻഡിലാണെങ്കിലും കൂടി അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് സക്സസ്ഫുൾ പോയി. എറണാകുളം എന്ന് പറയുമ്പോൾ അതൊരു അത്യാവശ്യം വലിയ സിറ്റിയാണല്ലോ. അപ്പോൾ അവിടെ വേറെ ഒത്തിരി ഏജൻസികളുണ്ട്. അപ്പോൾ ആ ഏജൻസി ഒന്നും ത്രൂ ന്യൂസിലൻഡിൽ നോക്കാതെ ചോയ്സ് ക്യാമ്പയിൻസ് ത്രൂ വരുന്നതിന് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടോ? ഇത് കാണുന്ന കുറച്ച് പാരൻസിനും അതുപോലെ സ്റ്റുഡൻസിനും ഒക്കെ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആക്ച്വലി കമ്പാരിറ്റീവ്ലി വേറെ ഏജൻസീസ് നോക്കുമ്പം നമുക്ക് ഇത്രയും ബഡ്ജറ്റിൽ പോകണം എന്ന് പറയുമ്പം അവർ ഒരു ഹെസിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയും പറ്റില്ല എന്നാണ് അവർ ആദ്യം പറയും. അപ്പം നമുക്ക് പെട്ടെന്ന് ഡൗൺ ആവും. അപ്പം ലേറ്റർ ചോയ്സ് ക്യാമ്പിന് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പറയും, നമ്മൾ റിക്വയർമെൻറ്റ് പറയും. സാറ് പറഞ്ഞത് നമുക്ക് നോക്കാം. പിന്നെ നോക്കി നമ്മുടെ ഇതിൽ അഫോർഡബിൾ ആയിട്ട് നിൽക്കണത് കിട്ടിയപ്പം ഓക്കെ, ഹാപ്പി ആയി. അതപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ബാക്കി എല്ലാവരും നമ്മൾ എന്തെങ്കിലും ആദ്യം ചോദിച്ചാൽ തന്നെ ഇല്ല എന്നുള്ളത് പറയുന്നതിന് പകരം ഇവിടെ നോക്കി നമുക്ക് അതിന് വേണ്ടി അവിടെ ഒരു ഇതിൽ നമ്മൾ റീച്ച് ആക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് പിന്നെ കിട്ടി ഇവിടെ മീറ്റ് ചെയ്തപ്പം ചോയ്സ് ക്യാമ്പയിനായിട്ട്. ഓക്കെ. പിന്നെ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കോഴ്സ് എടുത്ത് മോക്കൊരു മാസ്റ്റേഴ്സ് കിട്ടി അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ? ശരിക്കും നിങ്ങൾ അന്വേഷിച്ച സ്ഥലത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
ഞങ്ങൾക്ക് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ ബാധ്യത വരാതെ വളരെ ഈസി ആയിട്ട് എടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ പറയുകയായിരുന്നു. ഒരു വലിയ ബേർഡൻ ആകാതെ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ വൈഫ് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഏറ്റവും പ്ലസ് പോയിന്റ് നമ്മൾ ഒരു ഓൺ ഫാമിലി റിലേറ്റീവ്സ് പോലെ എന്ത് വിളിച്ചാലും അപ്ഡേറ്റ് ഞങ്ങൾ അതുപോലെ പകുതിക്ക് നിൽക്കുമ്പോഴും എല്ലാം ഞങ്ങളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുകയും ഭയങ്കര റെസ്പോണ്ടാണ്. ഞങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്ന ഭയങ്കര ഒരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പെൺപിള്ളേരെ എടുക്കുമ്പോൾ പാരൻസ് വളരെ ടെൻഷനായിരിക്കും. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഡോക്യുമെന്റേഷൻ, വിസ ഡോക്യുമെന്റേഷൻ സെക്ഷൻ നോക്കുമ്പോൾ ആണ് കുറേ പാരൻസ് അതുപോലെ സ്റ്റുഡൻസ് ഭയങ്കര നല്ല ഫ്രണ്ട്ലി അപ്രോച്ച് ആണെന്ന് പറയാറുണ്ട്. അതുപോലെ ഫാസ്റ്റായിട്ട് ഡോക്യുമെന്റേഷൻ അത് അങ്ങനെയൊക്കെ ഒരു റിവ്യൂ കിട്ടാറുണ്ട്. നിങ്ങളെ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു തോന്നിയത്? ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ അവിടെ പ്രോസസ്സ് നോക്കിയാൽ ടഫാണ്. പക്ഷേ ഏജൻസി വഴി നോക്കുമ്പോൾ വളരെ ഈസി ആയിരുന്നു. കാര്യം നമ്മൾ രാവിലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കും എന്ത് ചെയ്യണം, എപ്പോൾ അപ്ലോഡ് ആക്കണം. അപ്പം ആ ഒരു പ്രോസസ്സ് ഭയങ്കര സിമ്പിളാക്കി തന്ന ചോയ്സ് ക്യാമ്പയിനാണ്. ഓക്കെ, ഇനി കുറേ സ്റ്റുഡൻസ് ഉണ്ടാവില്ല, അതായത് ന്യൂസിലൻഡിലേക്ക് ഒരു ഹയർ സ്റ്റഡീസ് അഫോർഡബിൾ ആയിട്ട് നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, പാരൻസ് ഉണ്ടാവും. കാരണം എല്ലാ പാരൻസിനും ചിലപ്പോൾ ഒരു 35 lakhs 40 lakhs ഒക്കെ കൊടുത്തൊരു സ്റ്റുഡൻറ്റിന് അവരുടെ സ്റ്റുഡൻറ്റിനെ എബ്രോഡ് വിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് കുട്ടിക്ക് ഇത്രയും അഫോർഡബിലിറ്റിയിൽ ഒരു കോഴ്സ് കിട്ടി. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഇങ്ങനെ ഒരു അവരുടെ കുട്ടീനെ ന്യൂസിലേക്ക് ഒരു സ്റ്റഡി വിസയ്ക്ക് വേണ്ടിയിട്ട് വിട്ട് പഠിപ്പിച്ച് അവിടെ അങ്ങനെ ഒരു ഫ്യൂച്ചർ സെറ്റാക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാരൻസിന് എന്തായിരിക്കും ഒരു ഇൻഫർമേഷൻ രണ്ടുപേർക്കും പാസ് ചെയ്യാനുള്ളത്? അതായത് അഫോർഡബിലിറ്റി ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അഫോർഡബിലിറ്റി റെക്കമെൻഡ് 100%. കാരണം പ്രത്യേകിച്ച് പെൺമക്കളെ അടക്കുമ്പോൾ ഇത്രയും ഫ്രീ മൈൻഡോടുകൂടെ അടക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനമായിട്ടാണ് ചോയ്സ് ക്യാമ്പയിനെ എനിക്ക് ഓൾറെഡി 3 പെൺമക്കളാണ്. സോ ഇത് വളരെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരിക്കും. കാരണം പോയ സ്ഥലത്ത് അനേക രാജ്യങ്ങളിൽ നിന്ന് പലരും നമ്മൾ നെഗറ്റീവ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത്ര റിലാക്സ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല, ടെൻഷൻ തന്നില്ല ശരിക്കും. അതുപോലൊരു ചോയ്സ് ക്യാമ്പിൻ്റെ ആൾക്കാർ ഓരോ സ്റ്റാഫും അത് വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ചേട്ടൻ പാസ്റ്ററാണ്. അപ്പോൾ ആൾക്ക് ഒത്തിരി കമ്മ്യൂണിറ്റി ആയിട്ടും ഒത്തിരി ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ലിയോൺ ചേട്ടൻ ചോയ്സ് ക്യാമ്പയിൻസിനെ ചൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും ആള് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടായിരിക്കും ചൂസ് ചെയ്തേക്കുന്നത് അല്ലേ? പിന്നെ ഞാൻ ഒത്തിരി കൺട്രീസിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, പല ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്തത്. അത് ഇത്ര സ്പീഡിലാകുമെന്ന് സർപ്രൈസ് തന്നെയാണ്, ഗ്രേറ്റ് സർപ്രൈസ്. നമ്മുടെ ചോയ്സ് ക്യാമ്പയിൻസിൽ നിന്ന് വിസ ചെയ്ത സ്റ്റാഫ് ആൻലിഡിയനെയും ഫാമിലിനെയും വിസ കിട്ടിയെന്ന് വിളിച്ചറിയിച്ചപ്പോൾ ഉണ്ടായ ഹാപ്പി മൊമെന്റ് എന്തായിരുന്നു? എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. കാരണം ഞങ്ങൾക്ക് വളരെ വീട്ടിലെ എല്ലാവരെയും വലിയൊരു കൂട്ടുകുടുംബമാണ്, എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കാരണം പല സ്ഥലത്തും പലരും യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പല ബ്ലോക്കിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ എടുത്ത സ്റ്റെപ്പിൽ എല്ലാ സ്റ്റെപ്പും സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു ഉറപ്പായിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടിയിരിക്കുമെന്നുള്ളത്. എന്നാലും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ സർപ്രൈസ്, ഒരു റിലാക്സ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. അതുകൂടാതെ മോളുടെ അക്കാഡമിക്സ് നോക്കുമ്പോഴാണെങ്കിലും ഭയങ്കര സ്ട്രോങ് അക്കാഡമിക്സ് ആണ്. നല്ല എന്താണ് ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ട്, അതുപോലെ PT നല്ല സ്കോറുണ്ട്. അപ്പോൾ ആളുടെ പ്രൊഫൈൽ നോക്കുമ്പോഴാണെങ്കിലും നല്ല പ്രൊഫൈലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി എന്താണ് ഗ്യാപ്പ് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമിനും നല്ല ബെസ്റ്റ് പ്രൊഫൈലായിരുന്നു ആൻലിഡിയുടെ. നമുക്ക് ആൻലിഡിയുടെ ചോദിക്കാം, എങ്ങനെയായിരുന്നു വിസ വന്നു എന്ന് നമ്മുടെ ചോയ്സ് ക്യാമ്പയിൻസിനെ ടീം വിളിച്ച് അറിയിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു മൊമെന്റ്?
ഞാൻ അമ്മ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, അമ്മനെ വിളിച്ച് പറഞ്ഞ്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് കാര്യം ഭയങ്കര ലോങ് വെയിറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. നമുക്ക് ഇപ്പം കിട്ടും, പക്ഷേ ഒരു മന്തായിട്ടും നമുക്ക് അപ്പോൾ ഒരു ടെൻഷനായി കിട്ടുമോ, പക്ഷേ ഗോഡ്സ് ഗ്രേസ് കറക്റ്റ് ടൈമിൽ കിട്ടി. ആൻഡ് ഇറ്റ് വാസ് വെരി സർപ്രൈസിങ്. BBA പഠിച്ചത് കാരുണ്യ യൂണിവേഴ്സിറ്റി, അപ്പോൾ അവിടെ ഒത്തിരി മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള കണക്ഷനൊക്കെ ആൻലിഡിയ ത്രൂ ഇൻ ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യാമല്ലേ? ആൻലിഡിയയുടെ മദർ പറയണ്ടായിരുന്നു രണ്ടാമത്തെ കുട്ടി കുവൈറ്റിലാണ്, ആൾക്കൊരു സ്റ്റുഡന്റ് വിസ നോക്കണമെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ സ്റ്റുഡന്റ് വിസക്ക് ചോയ്സ് ത്രൂ തന്നെ വരില്ലേ, ന്യൂസിലേക്ക് വരും? ഓക്കെ, നമുക്ക് മോക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ആൻലിഡിയക്ക് കൊടുത്ത ഓപ്ഷനും പോലെ തന്നെ അഫോർഡബിൾ ആയിട്ട് നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പം നെക്സ്റ്റ് ഇയർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഉള്ളിലൊരു പ്ലാൻ ഉണ്ട്. കൺട്രിയിലായിരിക്കണം എന്നൊരു ഡ്രീമുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.